ചോദിച്ചു താങ്കൾ കേട്ടില്ല എന്ന് തോന്നി. ഈ 3 മാസത്തെ സാവകാശമാണല്ലോ, സമയമാണല്ലോ ജുഡീഷ്യൽ കമ്മീഷന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? ഇത് സത്യം പറഞ്ഞാൽ ഈ കമ്മീഷൻ തന്നെ അപ്രസക്തമാണ്. ഇതൊരു സർക്കാരിന്റെ ജനങ്ങളുടെ മുമ്പിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു നടപടി മാത്രമായിട്ട് ഈ കമ്മീഷൻ കാണാൻ സാധിക്കും. നിസ്സാരമായി തീർക്കാവുന്ന ഒരു വിഷയം. ഇവിടെ വില കൊടുത്തു വാങ്ങിയ ഇവിടുത്തെ ജനറൽ ലോ പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭരണഘടന അധിഷ്ഠിതമായ രാജ്യത്ത് ആ രാജ്യത്തിന്റെ നിയമങ്ങളിൽ അടിസ്ഥാനമായ ഇവിടുത്തെ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം വാങ്ങിയ ഒരു വസ്തു ഒരു പേഴ്സണലായ വഖഫ് ആക്ട് എങ്ങനെ അതിന്മേൽ ആധിപത്യം സ്ഥാപിക്കും എന്നാണ് ഇവിടുത്തെ ഒന്നാമത്തെ വിഷയം. അതിവിടെ ആരും ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, ഇവിടെ നമ്മൾ വാങ്ങുന്ന വസ്തു ജനറൽ ലോ പ്രകാരം വാങ്ങുന്ന ഒരു വസ്തുവാണ്. അതിനെ എങ്ങനെ ഒരു പേഴ്സണൽ ലോ ഓവർറൈഡ് ചെയ്യും? ആ വിഷയം ചർച്ച ചെയ്യാതെ ഇതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നിസ്സാരമായി പരിഹരിക്കപ്പെടുന്ന വിഷയത്തെ ഇപ്പൊ ഇതൊന്ന് കണ്ണിൽ പൊഴയിടാൻ വേണ്ടിയാണ് രാമേന്ദ്രൻ കമ്മീഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഷഡ്കി ജോസഫ്, അതിൽ ഒരു കമ്മീഷൻ നിയോഗിക്കുക എന്നുള്ളത് സർക്കാരിന് മുന്നിലുള്ള നല്ലൊരു മാർഗമല്ലേ? കാരണം പ്രത്യേകിച്ചും കോടതിയിൽ ഈ വിഷയം നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ. അല്ല, അത് കോടതിയിൽ എന്ത് നമുക്കറിയാവില്ല. എത്രയോ കമ്മീഷൻ ഈ രാജ്യത്ത് വന്നിരിക്കുന്നത്. കമ്മീഷൻ എന്താണ്? ഒരു ടേംസ് ഓഫ് റെഫറൻസ് വെച്ച് ഒരു മാറ്ററിനെ പറ്റി പഠിച്ച് അതിന്റെ റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ഈ കമ്മീഷന്റെ ഇത്. അത് നടപ്പിലാക്കാനോ നടപ്പിലാക്കാതിരിക്കാനുള്ള അവകാശം ഗവൺമെന്റാണ്. വീണ്ടും ഇവിടെ എങ്ങോട്ടാണ് ഈ കമ്മീഷൻ വരുന്ന റിപ്പോർട്ട് കൊടുക്കുന്നത്? കോടതിക്കല്ലല്ലോ. ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത് ഈ ഗവൺമെന്റാണ്. ഗവൺമെന്റ് നിങ്ങൾക്കറിയാവില്ല, JB കൗശിക് കമ്മീഷൻ 2 വർഷം മുമ്പ് ഇവിടുത്തെ ക്രൈസ്തവ പിന്നോക്കാവസ്ഥയെ പറ്റി പഠിക്കാൻ വെച്ചിട്ട് 2 വർഷം കഴിഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിട്ടിപ്പം 4 ഇതുവരെയായിട്ട് റിപ്പോർട്ട് പോലും പുറത്തു വിട്ടിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത്, ഈ 3 മാസം കൊണ്ട് അത് സാധ്യമാകുമോ എന്നുള്ളത്. പക്ഷെ ഗവൺമെന്റ് 3 മാസത്തിൽ ഇത് നൽകണമെന്ന് അറിയിക്കുമ്പോൾ അവിടെയും ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നുള്ള സതുദ്ദേശം കൂടിയില്ലേ? 3 മാസം സമയം നൽകുന്നത് കമ്മീഷൻ റെഫറൻസ് കൊടുക്കുന്നതാണ്. 3 മാസം കൊണ്ട് സിറ്റിംഗ് ആരംഭിക്കാനേ പറ്റത്തുള്ളൂ. ഇവർക്കെല്ലാം നോട്ടീസ് അയക്കണ്ടേ? ഇവരുടെ കേൾക്കണ്ടേ? 3 പോയിട്ട് 6 പോയിട്ട് 2 വർഷം കൊണ്ട് അതിന്റെ പ്രശ്നം അവിടെ ആ കമ്മീഷന്റെ പ്രവർത്തനം തീരുകയില്ല എന്ന കാര്യം നമുക്കറിയാമല്ലോ. പിന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ 3 മാസം കൊണ്ട് തീർക്കാനാണ് പറയുന്നത്. ഏതെങ്കിലും കമ്മീഷൻ 3 മാസം കൊണ്ട് തീരാൻ പറ്റുമോ? ആ ആശങ്കയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരും പ്രകടിപ്പിച്ചത്. സ്വാഭാവികമല്ലേ, ഒരു കമ്മീഷൻ പ്രവർത്തനം തുടങ്ങി നോട്ടീസ് അയച്ചു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു സതുദ്ദേശം ഗവൺമെന്റ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നില്ല എന്ന് വേദനയോടെ പറയേണ്ടി. അപ്പൊ എന്താണ് പോംവഴി ഇനി? ഇതിന് പോംവഴി ഞാൻ പറഞ്ഞു, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നിങ്ങളത് ആദ്യം മനസ്സിലാക്കേണ്ട നിയമപരമായ ഒരു വിഷയമാണ്. അത് നിയമപരമായ വിഷയത്തിൽ ഇതിവിടെ ഈ വഖഫ് ആക്ട് തന്നെ ഇവിടുത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ വിരുദ്ധമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഒരു മതത്തിൽ വേറൊരു മതക്കാരുടെ വസ്തുവിന്മേൽ എങ്ങനെയാണ് അവകാശം ഉന്നയിക്കാൻ പറ്റുന്നത്? ഇതിവിടെ ഹിന്ദു ദേവസ്വം ബോർഡിന് ഇരിക്കുന്ന വസ്തുവിന് വഖഫ് ആക്ട് എങ്ങനെയാണ് അവകാശം ഉന്നയിക്കാൻ പറ്റുന്നത്? ഇല്ലെങ്കിൽ ക്രിസ്ത്യൻ ഇതും പ്രകാരമുള്ള വസ്തുവിനെ അവകാശം ഉന്നയിക്കുന്നത്? അവരുടെ അതാത് മതത്തിനകത്ത് പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് ഈ വഖഫ് ആക്ട് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. പുറത്തൊരു മതത്തിന്റെ മേലുള്ള അവകാശം ആ ആക്ടിനില്ല. ആ ആക്ട് ഇറ്റ്സെൽഫ് ഈസ് അൾട്രാ വൈറസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനെ പരിഹരിക്കാൻ നോക്കാതെ അതിനെ തലോടി നിർത്തിക്കൊണ്ട് വേറെ ചില ഉപാധികൾ വരുത്തി ജനത്തിന് കണ്ണിൽ പൊന്നിടാനാണ് ഈ കമ്മീഷനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. കമ്മീഷൻ വഖഫ് ആക്ടിനകത്ത് പരിധിയിടാൻ നോക്കാൻ പറ്റത്തില്ല. ഈ ഭൂമി ഏതാണ് നോക്കാൻ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണെന്ന് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പൊ ഒരു സാധനം ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ കോടതിയിലും സർക്കാരിന് അത് നിലപാടായി അറിയിക്കാൻ കഴിയുമല്ലോ. സാധിക്കത്തില്ല. ഇന്നത്തെ രാജ്യത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ആണല്ലോ കോടതി പ്രവർത്തിക്കുന്നത്. ഒരു കമ്മീഷൻ അതിന് വിരുദ്ധമായിട്ട് അനുകൂലമായിട്ട് പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് വിദഗ്ധരായ വക്കീലന്മാർ വന്ന് അതിനെ വാദിക്കത്തില്ലേ? കമ്മീഷൻ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, കമ്മീഷൻ ഇവിടെ രാജ്യത്ത് ഒരു വെടിവെപ്പുണ്ടായി, അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി കമ്മീഷൻ വെക്കാം. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യമുണ്ടായി. ഇത് ഇവിടെ ഒരു ഭൂമി തർക്കമാണ്. ഭൂമി തർക്കം എങ്ങനെയാണ്? രാജ്യത്തെ നിയമപ്രകാരം നമ്മൾ വാങ്ങിയ വസ്തു ജനറൽ ലോ പ്രകാരം, അതായത് രജിസ്ട്രേഷൻ ആക്ട് ജനറൽ ലോ ആണ്. അതിനെ ഓവർകം ചെയ്യാൻ വഖഫ് ആക്ട് പ്രകാരം അത് ഞങ്ങളുടെ വസ്തുവാന്ന് പറഞ്ഞ് അത് ക്ലെയിം ചെയ്യുന്നു, വഖഫ് ട്രൈബ്യൂണൽ ക്ലെയിം ചെയ്യുന്നു. അതിനെ എങ്ങനെയാണ് ഒരു കമ്മീഷൻ പരിഹരിക്കാൻ പറ്റുന്നത്? ഇതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഇത് യാഥാർത്ഥ്യവും അതിന് സത്യാവസ്ഥയോ ഗവൺമെന്റ് അറിയാൻ വരാണ്ടല്ല. ഗവൺമെന്റ് അതിൻ്റെ അകത്ത് ഇപ്പോൾ ജനത്തെ പറ്റിക്കാൻ വേണ്ടി കണ്ടിടാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ വേണ്ടത് അവിടുത്തെ നിയമപരമായ പരിരക്ഷയാണ് അവർക്ക് വേണ്ടത്. അവർ കരമടച്ചു കൊടുക്കുന്ന വസ്തു നാളെ കരമടയ്ക്കണം. അവർക്ക് ഇന്നലെ ക്രയവിക്രയം ചെയ്ത വസ്തു നാളെ ക്രയവിക്രയം ചെയ്ത് കൊടുക്കണം. അതിന് ഗവൺമെന്റ് വേണ്ട. ഈ കണ്ടിരിക്കുന്ന ഇത് വഖഫ് വസ്തു അല്ല, ഇത് അവർ വരയ്ക്ക് വാങ്ങിയതാണ്, ഇവിടുത്തെ ജനറൽ ലോ പ്രകാരം വാങ്ങിയതാണെന്ന് പ്രഖ്യാപിക്കേണ്ട അവിടുത്തെ കളക്ടറോ അവിടുത്തെ ആഡിയോയോ അവിടുത്തെ വില്ലേജ് ഓഫീസോ പ്രഖ്യാപിക്കേണ്ട കാര്യമേ ഉള്ളൂ.
അത് നിയമപരമായിട്ട് നിലനിൽക്കാതെ ഇപ്പം കണ്ടോണം വരാൻ പോകുന്ന സംഭവം ഈ രാജ്യത്ത് ഒരാൾക്ക് ഇവിടെ ലോൺ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരാദ്യം അടുത്ത് ചോദിക്കും വക്കഫ് ട്രൈബ്യൂണലിൽ നിന്ന് അടുത്ത് വരാൻ പോകുന്നത് വക്കഫ് ട്രൈബ്യൂണലിൽ നിന്ന് ലെറ്റർ മേടിച്ചുകൊണ്ട് വരാൻ പറയും ഇത് വക്കഫ് ക്ലെയിം ചെയ്യുന്നില്ലാന്ന്. നിങ്ങളുടെ പേരുള്ള വസ്തു നാളെ ക്ലെയിം എടുക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ ബാങ്ക് ഒരു അഡീഷണൽ ഇതോടെ ചെയ്യാൻ പോവാണ്. ഇത് വക്കഫ് ട്രൈബ്യൂണൽ ക്ലെയിം ചെയ്യുന്നില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാം. ശരി ശ്രീ പി ജോസഫാണ് പ്രതികരിച്ച് ദേശീയ കത്തോലിക്ക ഫെഡറേഷൻ പ്രതിനിധിയാണ് അദ്ദേഹം